നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇത്രയും റീച്ച് ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വെറും ഒരു ദിവസം കൊണ്ടാണ് നമുക്ക് 10K വ്യൂസ് കിട്ടിയത്. 10K വ്യൂസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഗൈസ് എനിക്ക് വലിയൊരു സംഭവം തന്നെയാണ്. ആ വീഡിയോയിൽ നമ്മുടെ ഒരു കൊമ്പൻ ദാവതും കൊണ്ട് ഞാൻ ഈ ഒരു ഓഫ് റോഡ് റൂട്ട് പോകുന്നതാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം പകുതി വരെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം ഒത്തിരി നമ്മൾ കാണിക്കുവാണെങ്കിൽ ഗൈസ് നിങ്ങൾക്കത് ബോറടിക്കത്തില്ല. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് ദണ്ട് ഈ ഒരു പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നേ. വണ്ടിക്കാണെങ്കിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ലായിരുന്നു ഗേസ്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഗേസ് ഒരു ടാങ്കർ ലോറി നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയത്. അപ്പോൾ ഞാൻ നൈസായിട്ട് പുള്ളിയോട് ഒന്ന് ചോദിച്ചു നോക്കി കുറച്ച് പെട്രോൾ തരാമെന്ന്. അപ്പോൾ ഗേസ് പുള്ളി ഒന്നും നോക്കിയില്ല ഗേസ്, നമുക്ക് പെട്രോൾ ഇങ്ങ് തന്നു. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊന്നും അല്ല, ക്യാഷ് കൊടുത്തിട്ടാണ് സംഭവം നമുക്ക് കിട്ടിയത്. എന്തായാലും വണ്ടിക്കകത്ത് ഇപ്പോൾ അത്യാവശ്യം പെട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പെതി ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയ കേസ് ആ ഒരു ടാങ്കർ ലോറി വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ പെട്ട് കിടക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പം കേസ് എനിക്ക് അറിയാനായിട്ട് പറ്റിയത് ഇനി അങ്ങോട്ട് പോകുന്ന റോഡുകളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് റോഡുകളാണെന്നാണ്. അപ്പം നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവഴി പോകുന്ന വണ്ടികളെല്ലാം ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ട്രക്ക് ഇടിച്ച് കിടക്കുന്ന കാണാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് അവിടെ വന്ന് ഇടിച്ച് കയറിയിരിക്കുന്നത്? എൻ്റെ പൊന്നു കേസ്. എന്തായാലും ഈ ഒരു റോഡിൽ ഓവർ സ്പീഡ് വന്നാലാണ് കേട്ടോ ഇതുപോലത്തെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പരമാവധി കേസ് സേഫായിട്ട് ഓടിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു ടാങ്കർ വന്ന് കിടക്കുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ വണ്ടികളും ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ. പക്ഷേ കേസ് ഞാൻ ഇത്രയും വലിയ ബസ്സേ വന്നിട്ട് ഞാൻ എങ്ങും കുടുങ്ങി കിടന്നില്ല. നമുക്ക് എന്തായാലും കേസ് ഇവിടുന്ന് ഇറക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ചൊന്ന് റിവേഴ്സ് എടുത്തിട്ട് കയറാവേ. കാരണം നമ്മുടെ വണ്ടിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായതുകൊണ്ടേ അതുവഴി ഇറങ്ങത്തില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് നടുക്കോട്ട് എടുത്തിട്ട് അങ്ങ് ഇറക്കിയേക്കാവേ. ഈ ഒരു ബസ്സിൽ ഓഫ് റോഡ് പോകാനായിട്ട് നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷേ കേസ് നമ്മുടെ ബസ്സിന് നല്ല രീതിയിൽ പണി കിട്ടും, ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നേ. അപ്പോൾ നമ്മൾ ഈ ഒരു പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കേസ് നമുക്ക് എത്താൻ സാധിച്ചാൽ മതിയായിരുന്നു. ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ കാണാനായിട്ട് നല്ല രസമാണ്. അതിനുവേണ്ടിയാണ് കേസ് ഇത്ര ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ട് ഈ ഒരു റോഡിൽ കൂടെ പോകുന്നത്. ചിലപ്പോൾ ചിലർക്കൊന്നും അവിടെ എത്താനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഉറപ്പായിട്ട് അവിടെ എത്താനായിട്ട് പറ്റും കേട്ടോ. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പം നമ്മുടെ വേൾഡ് മൊത്തത്തിൽ അങ്ങോട്ട് മാറുന്ന രീതിയിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അതെ അവിടെയും കുറേ വണ്ടികളൊക്കെ കുടുങ്ങി കിടപ്പുണ്ട്. നൈസായിട്ട് കേസ് എൻ്റെ ബസ് അത് ചെന്നൊന്ന് ഇടിച്ചു കേട്ടോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് വിട്ട് പോയേക്കാം. ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു ഓഫ് റോഡ് അല്ലെങ്കിൽ ഒരു ഗട്ടറും കാര്യങ്ങളൊക്കെ കുറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ബസ്സേ പോകുമ്പോൾ ഉണ്ടല്ലോ അത്ര വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പക്ഷെ നമ്മൾ വേറെ വണ്ടി വല്ലതും പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ കുലുക്കം വരും. അതാണ് ഈ ഒരു സെഡാസ്ത്രയുടെ പ്രത്യേകത. ഇതിൻ്റെ അകത്ത് കുലുക്കമാണെങ്കിലും കേസ് ഒരു സ്മൂത്ത് രീതിയിലല്ലേ പോകുന്നത്. എനിക്കിങ്ങനെ ഓടിച്ചിട്ട് അങ്ങനെ മടുപ്പൊന്നും അടിക്കുന്നില്ല, നല്ല രസമുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. ദേ അവിടെ നിന്ന് ഒരു ടാങ്കർ അടിച്ചു വിട്ട് വരുന്നുണ്ട്. എന്ത് സ്പീഡിലാണ് കേസ് ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്നത്. അവൻ അങ്ങ് ചെന്നെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു സ്പീഡിൽ പോകുമ്പോഴാണ് കൂടുതലും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കറിയത്തില്ലല്ലോ ഈ ഒരു റോഡ്. അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും കുഴിയിലാത്തോട്ട് ചെന്ന് ചാടുവാണെങ്കിൽ നമ്മൾ തെറിച്ചങ്ങ് പോകുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് അറിയായിരിക്കും ഈ ഒരു റോഡ് മൊത്തം അവർക്ക് അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അത്ര സ്പീഡിൽ പോകുന്നത്. ഫ്രണ്ടിൽ വേണ്ട ഒരു കാറ് പെട്ട് കിടക്കുന്ന കാണാനായിട്ട് പറ്റും. അവൻ്റെ റോഡിൻ്റെ നടുക്കാണ് കേട്ടോ പെട്ട് കിടക്കുന്നത്. നമുക്ക് എന്തായാലും സൈഡിൽ കൂടെ അങ്ങ് കയറി അങ്ങ് പോയേക്കാം കേട്ടോ. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലേ. ഈ ഭയങ്കര തിരക്കൊക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് സീൻ വരുന്നത്. ഈ ഒരു സൈഡിൽ കുറച്ച് കടകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് അവിടെ അങ്ങ് ഒതുക്കിയാലോ. എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊക്കെ വന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. പക്ഷേ കേസ് നമ്മൾ ആ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ കുറേ നേരം റെസ്റ്റ് എടുത്തത് കൊണ്ട് ഞാനിവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് വെറുതെ അവിടെ ഇവിടെ നിന്നൊന്നും സമയമൊന്നും കളയേണ്ട കേസ്, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടങ്ങ് പോയേക്കാം. രാത്രിയായി കഴിയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റൂട്ട് ഓടിക്കാനായിട്ട് ഭയങ്കര സീനായിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഈ ഒരു രാവിലെ ടൈമിൽ പോയാലേ നമുക്ക് ആ ഒരു ഏരിയയിലെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. രാത്രി പോയി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇരുട്ടല്ലേ, അവിടെ പിന്നെ നമുക്കൊന്നും കാണാനില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കാം കേസ്. ഒരുപാട് ആൾക്കാരൊക്കെ ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റൂട്ടിലേക്ക് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഒരു ഓഫ് റോഡ് താറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേസ്, നമുക്കിങ്ങ് അടിച്ചു വിട്ടിങ്ങ് വരാം. പക്ഷേ നമ്മളിപ്പം വരുന്നത് ബസ്സിലല്ലേ. ഇതേ ഒരു ഫ്രണ്ടിൽ അങ്ങാരു സ്ഥലം കണ്ടോ കേസ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഏരിയ ഉണ്ടല്ലോ മൊത്തത്തിലൊരു വെറൈറ്റി സ്ഥലമാണ്.
അപ്പം അവിടെ എത്താനായിട്ട് നമുക്കിനിയും കുറച്ചുകൂടെ ഓടിച്ചാൽ മതിയേ. അവിടെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ കേസ് നമ്മളൊന്ന് പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു ഏരിയ ആണ്, ഫുൾ ടെറർ ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ കേസ് നമ്മുടെ KGF ആ ഒരു സ്ഥലം പോലൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ട്രക്ക് കുടുങ്ങി കിടപ്പുണ്ട്. ഇവരെ എല്ലാം നമ്മൾ രക്ഷിക്കാൻ നിൽക്കുവാണെങ്കിൽ അതിനെ നമുക്ക് സമയം കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താനും പറ്റത്തില്ല. ഒക്കെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക് എൻ്റർ ആകാനായിട്ട് പോവാണ്. അതുകൊണ്ട് അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. മച്ചാനെ ഒന്ന് ചവിട്ടറാ, ഞാൻ ഒന്ന് കയറി പൊക്കോട്ട്. ഓക്കെ, എന്തായാലും ചവിട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അവൻ എന്തായാലും പാസ്സൊക്കെ ഇട്ട് കാണിച്ചാണ്, ഞാനങ്ങ് കയറ്റിക്കൊണ്ട് പോയി. ഇതേ ഞാൻ ആ ഒരു റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയാണ് കേസ് നമുക്ക് ആ ഒരു ടാസ്ക് റോഡ് വരാനായിട്ട് പോകുന്നത്. എന്ന് പറയുകയാണെങ്കിൽ 2 വണ്ടിക്ക് കഷ്ടിച്ച കേസ് നമുക്ക് ആ ഒരു റോഡിൽ കൂടെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല. കുത്തനെ കയറ്റമാണ് വരുന്നത്. എന്തായാലും കേസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു റൂട്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ടിലൊരു കുത്തനെ കയറ്റമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ അങ്ങ് കയറ്റിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിക്കുന്നതായിരിക്കും. കണ്ടോ, ഭയങ്കര ഒരു കയറ്റമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡ് ചേർത്തങ്ങ് എടുത്തേക്കാം. പിന്നെ ഈ ഒരു ബസ്സിൻ്റെ പ്രത്യേകത കേസ് എത്ര കുത്തനെ കയറ്റം വന്നാലും വണ്ടി പുഷ്പം പോലെ അങ്ങ് കയറി പോകുന്നതായിരിക്കും. അതായത് ഈ ഒരു റോഡ് കണ്ടോ, ഇത് ഭയങ്കര കുത്തനെ കയറ്റാണ്. എന്തായാലും ഞാൻ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്നുണ്ട്, വണ്ടി ഇത് പെതിയാണേലും അങ്ങ് കയറിക്കോളും കേട്ടോ. നമ്മൾ ഈ ഒരു കയറ്റം കയറുന്ന സമയത്ത് കേസ് ഓപ്പോസിറ്റ് വേറെ വല്ല വണ്ടി വരുവാണെങ്കിലാണ് നമ്മൾ പെട്ട് പോകുന്നത്. കണ്ടോ കേസ്, 2 വണ്ടിക്ക് കഷ്ടിച്ച് ഈ റൂട്ടിൽ കൂടെ പോകാനായിട്ട് പറ്റത്തുള്ളേ. എന്നിട്ട് അവിടെ നിന്നൊരു ട്രക്ക് വരുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതും അങ്ങോട്ട് പോവുകയാണോ? അല്ല കേസ്, അത് ഇങ്ങോട്ട് വരുവാണേ. അപ്പോൾ അത് വന്ന് കഴിയുവാണെങ്കിൽ സീനായിരിക്കും. ഓക്കെ, ഇതുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ മോനെ കേസ്, ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടിയുടെ മണ്ടയ്ക്ക് വന്ന് കയറിയെന്ന്. അത് സ്ലിപ്പായി പോയോണ്ടോ. എന്നിട്ട് അവനൊരു കൂസലില്ല അങ്ങ് പോയി കേട്ടോ. ഞാൻ എന്തായാലും അവിടെ നിർത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ആ ഒരു കയറ്റം അങ്ങ് കയറിയിരുന്നെങ്കിൽ നേരെ ആ വണ്ടിയുടെ മണ്ടയ്ക്ക് പോയി കയറിയാനേ. അതുകൊണ്ട് ഈ ഒരു റോഡ് കണ്ടു, ഇത് എന്തോന്നാ ഗൈസ് ഈ റോഡ്. എൻ്റെ മോനെ, ഇതെല്ലാം രസമുണ്ട് ഓടിക്കാനായിട്ട്. ഇവിടെ നല്ല രീതിയിൽ വളച്ചെടുത്തില്ലെങ്കിൽ നമുക്കങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഒക്കെ സെറ്റ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ അകത്തിരുന്ന് ഈ ഒരു ക്യാബിൻ വ്യൂവിലിരുന്ന് ഇങ്ങനെ വളച്ചെടുക്കാനായിട്ടുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സെഡോണോ BMR വല്ല ആയിരുന്നെങ്കിൽ വേറെ ലെവൽ ഫീൽ ആയിരുന്നേനെ. ഇതേ അവിടെ നിന്ന് പിന്നെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഒരു ബസ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. ബസ് വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? അവൻ എന്തായാലും അവിടെ നിർത്തി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയേക്കാം കേട്ടോ. കണ്ടോ, മുട്ടിയില്ല എന്നും പറഞ്ഞാണ് നമ്മുടെ വണ്ടികൾ പോകുന്നത്. ഏകദേശം നമ്മുടെ ഒരു ഏരിയയിലേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെ കാണാനായിട്ട്. ഇവിടെ ഇപ്പം എന്താ കുറേ വീടുകളും കടകളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഏരിയയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് എത്തിയെന്നാണ്, പക്ഷെ നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനായിട്ടുണ്ട്. ഇത് മാപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും കത്തിച്ചങ്ങ് വിടുകയാണ് കേട്ടോ എനിക്ക് ആ ഒരു സ്ഥലം കാണാനായിട്ട്. ഇപ്പം നമ്മൾ പോകുന്നത് നോർമൽ റോഡിൽ കൂടെ പോകുന്ന പോലെയാണ്, അല്ലാണ്ട് മുമ്പത്തെ പോലെ ഓഫ് റോഡ് പോലത്തെ വഴിയൊന്നുമല്ല. നല്ല രീതിയിൽ നമുക്കിവിടെ പോകാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ടാറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. എന്നാലും നല്ല ഫീലുണ്ട് കേട്ടോ ഇവിടെ ഓടിക്കാനായിട്ട്. നിങ്ങൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ റൂട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ വേണ്ട ഒരു ബസ് അവിടെ കൊണ്ട് നിർത്തി കേട്ടോ. അതെന്താണ് അവിടെ കൊണ്ട് നിർത്തിയത്? അതിനും ബ്രേക്ക് ഡൗൺ വല്ല ആയോ? അതും എനിക്ക് കയറിപ്പോകാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ചേടാ, ഇതെന്തൊരു കഷ്ടമാണ്. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്, നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ അങ്ങ് കയറി പോയേക്കാം. അപ്പോൾ കയറി പോകാനായിട്ടുള്ള വഴിയൊന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് ഇടിച്ച് മാറ്റിയിട്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ. എന്തായാലും സെറ്റായിട്ട് നമ്മൾ കയറി വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും ഇങ്ങോട്ട് വരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ വഴി വല്ലതും കിട്ടുവാണെങ്കിൽ അതുവഴി എല്ലാം വണ്ടി കയറ്റിക്കൊണ്ട് ഇങ്ങ് പോകുന്നോണം. ഇതേ മുന്നിലേക്ക് വന്നപ്പോൾ അടുത്ത ബസ് ഇതാണ്ട് ക്രോസ് കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ ഇത് എന്താണ് അസുഖമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതെന്താണ്? നമുക്ക് എന്തായാലും സൈഡിൽ കൂടെ അങ്ങ് കയറി പോയേക്കാം. എന്നെ അങ്ങോട്ട് കയറ്റി വിടാതിരിക്കാൻ ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യത്തില്ല കേസ്. ആരൊക്കെ തടയാൻ വന്നാലും ഞാൻ ആ ഒരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കും. ഇത്ര നേരം ബസ്സിന്റെ ശല്യമായിരുന്നു. ഇപ്പം എന്താണ്ട് ഇന്നോവ ക്രിസ്റ്റ നമ്മുടെ ഓപ്പോസിറ്റ് കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നു. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഇത്രയും വലിയ ബസ്സിനെ തടയാൻ വന്ന വണ്ടി കണ്ടോ കേസ്, വെറും ഒരു ഇന്നോവ ക്രിസ്റ്റ. നമ്മളെന്തായാലും സൈഡിൽ കൂടെ ഇങ്ങ് കയറി വന്നിട്ടുണ്ട്. ഇവർ നമ്മളെ തടയാനായിട്ടൊന്നും വരുന്നല്ല. ഈ ഒരു ചെറിയ റോഡായതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു കാണാൻ പറ്റുന്നത്. നമ്മൾ മുന്നോട്ട് പോകും തോറും റോഡ് ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അത് ഞാൻ ജസ്റ്റ് ഒരു മാസം എന്നുള്ള രീതിയിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ വന്നതെന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. എൻ്റെ മോനെ കേസ് ദാണ്ട് ഒരു അടിപൊളി വളവ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ വളവൊക്കെ കേസ് വളച്ചെടുക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമാണോ? ഏതാ ഫീൽ ഇങ്ങനെ വളച്ചെടുക്കാനായിട്ട്? അപ്പോൾ ഒരു പഴയ ബസ്സും കൂടെ ആയിരുന്നെങ്കിൽ വേറെ ലെവൽ വൈബായിരുന്നേനെ. അപ്പോൾ ഏകദേശം കേസ് നമ്മുടെ ആ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ദാണ്ട് ഇവിടെ റോഡ് എൻഡ് ആയിട്ടുണ്ട്.
അപ്പോൾ സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടുന്ന് കുറച്ചുകൂടെ നമുക്ക് പോകാനായിട്ടുണ്ട്. ഇതൊരു വലിയ ഗ്രൗണ്ട് പോലാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഏരിയ കാണാനായിട്ട് പറ്റത്തില്ല നിങ്ങൾക്ക്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയാലേ അവിടെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ദേ ഗൈസ്, അങ്ങ് ചെറുതായിട്ടൊരു അമ്പലം പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നില്ലേ? അപ്പോൾ ഇവിടേക്കാണ് ഈ ഒരു ആൾക്കാരെല്ലാം വരുന്നത്. അപ്പം ഞാനും ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. ഈ ഒരു അമ്പലം കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെങ്ങാണം പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെങ്ങാണം നമുക്ക് വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങാവേ. നമ്മുടെ ചെറുക്കനത് ഇവിടെ സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കാണുന്നതാണ് ഈ ഒരു അമ്പലം. അപ്പോൾ നമുക്ക് അകത്തേക്കൊക്കെ കയറാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഞാൻ തന്നെ അകത്തോട്ട് കയറി കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ഏരിയയിൽ ഈ ഒരു അമ്പലം ഇരിക്കുന്ന കാണാനായിട്ടുണ്ടല്ലോ, വേറെ ലെവൽ വൈബാണ്. അത് നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വീഡിയോ കൂടെ കാണുമ്പോൾ എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ സംഭവം എന്തായാലും പൊളിച്ചില്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി ഒരു കിടക്കാച്ച വീഡിയോ കാണാം. സോ ബൈ ഗൈസ്.